I was planning to shift my home. This is my personal experience live and unfiltered for you. ആരെ കോൺടാക്ട് ചെയ്യണം എന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മുമ്പത്തെ എക്സ്പീരിയൻസ് വാസ് ഓക്കെ, ബട്ട് ഐ വാണ്ടഡ് സംതിങ് എക്സ്ട്രാ ബിക്കോസ് തിങ്സ് കൂടുതലാണ് കാര്യങ്ങളൊക്കെ. ഐ സോ ഹൈലൈറ്റ് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. വാട്ട് ഈസ് എക്സ്ക്ലൂസീവ് നമുക്ക് ചോദിച്ചറിയാം. എന്നോടൊപ്പം ഉള്ളത് ഹൈലൈറ്റ് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ അൻസാർക്കയാണ്. അൻസാർക്കയോട് തന്നെ ചോദിച്ചറിയാം. ഞാനിപ്പോൾ നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അൻസാർക്ക്, എന്തുകൊണ്ട് ആൾക്കാർ ഹൈലൈറ്റ് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് പ്രിഫർ ചെയ്യണം? ഞാൻ പരസ്യങ്ങളും പിന്നെ കുറച്ച് ആൾക്കാരുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് വന്നത്. പക്ഷെ അതല്ലാണ്ട് നമ്മളെ വേറിട്ട് നിർത്തുന്നത് അല്ലെങ്കിൽ ഒക്കെ അഭിമാനപുരസരം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർക്ക് നല്ലതാണ്, പ്രൊഫഷണലാണ്. പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സും എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കേഴ്സ് ആണ്. പിന്നെ അതുപോലെ നമ്മളെ പാക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബ്രോക്കൺ ഐറ്റംസുകളെല്ലാം ബബിൾ റാപ്പ്, പേപ്പർ ഇതെല്ലാം കൊണ്ട് പാക്ക് ചെയ്യുന്നു. ഫർണിച്ചറിന്റെ അടിയിൽ നമ്മൾ ബേസ്, അതായത് പൊട്ടാൻ സാധ്യതയുള്ള ഫ്രജൈൽ ആയിട്ടുള്ളതെല്ലാം സ്റ്റിക്കർ ഒക്കെ വെച്ചിട്ട് ഫ്രജൈൽ സ്റ്റിക്കർ വരെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫർണിച്ചർ ഐറ്റംസിലൊക്കെ നമ്മൾ അടിയിൽ ബേസ് ഇട്ടിട്ട് പിന്നെ പാക്കിംഗ് ക്ലോത്ത് കൊണ്ട് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പൊട്ടുന്ന ഗ്ലാസ് ഐറ്റംസ് എല്ലാം ഞങ്ങൾ കാർട്ടൂണിൽ പാക്ക് ചെയ്ത് പിന്നെ ക്ലോത്ത് കൊണ്ട് അത് പാക്ക് ചെയ്യും. അതായത് ഓരോരുത്തർക്ക് അവരുടെ സാധനങ്ങൾ എത്ര വില മതിച്ചതോ അത് മനസ്സിലാക്കി നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. പിന്നെ അത് കൂടാണ്ട് എന്തോ ഫ്രിഡ്ജിന്റെ ഐറ്റംസ് എന്തോ ഒരു സ്പെഷ്യൽ അത് നമ്മള് പിന്നെ കൂളർ ബോക്സ് ഉണ്ട്, വലിയ കൂളർ ബോക്സ് ഉണ്ട്. അതിൽ 8 മണിക്കൂർ വരെ കൂളിംഗ് നിൽക്കും. 8 മണിക്കൂറിൽ നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്യും. അങ്ങനെ ഒരു ചാലഞ്ച്. പിന്നെ മൾട്ടിപ്പിൾ നാഷണാലിറ്റീസ് ഉള്ള ഒരു ടീമാണ്, എല്ലാരും എക്സ്പീരിയൻസ്. പിന്നെ കർട്ടൻ അടിക്കുന്നുണ്ട്, കർട്ടൻ ഫിറ്റ് ചെയ്ത് കൊടുക്കും, ലൈറ്റ് ഫിറ്റിംഗ് ഉണ്ട്, എല്ലാ വർക്കേഴ്സ് വാൾ മൗണ്ടിങ് ഐറ്റംസ് എല്ലാം ചെയ്ത് കൊടുക്കും, കാർപെൻട്രി എല്ലാം മൊത്തം ചെയ്ത് കൊടുക്കും. പിന്നെ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുൾ വർക്ക് നമ്മളെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വർക്ക് കഴിഞ്ഞാൽ അവരുടെ വീട് കംപ്ലീറ്റ് ക്ലീൻ ആക്കി നീറ്റ് ആക്കി ഇട്ട് ഞങ്ങൾ പോകും. ഓക്കെ, അതായത് പാക്കിംഗ്, മൂവിങ് ആൻഡ് സെറ്റിംഗ്. ഓക്കെ, അത് കൂടാണ്ട് ഒരു വലിയ പോയിന്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് പുള്ളിയിൽ കംപ്ലീറ്റ് കോൺഫിഡൻസ് വന്നത്. അതായത് ഞങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നതിൽ ഡാമേജ് ഉണ്ടോ, ഞങ്ങൾ അത് ഗ്യാരണ്ടി നിൽക്കും, വി വിൽ ഡു ദി നീഡ്ഫുൾ എന്ന് പറയാണ്. അപ്പൊ അത്രയ്ക്ക് കോൺഫിഡൻസ് അവർക്ക് അവരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതേ സാധനം ഞങ്ങൾ വാങ്ങി കൊടുക്കും. ഓക്കെ, പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഡാമേജ്. നിങ്ങളുടെ ചാലഞ്ച് അതാണ് അല്ലേ? ഇത് ഷിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കണം, പെർഫെക്റ്റ് ആക്കി. അതെ, ഞങ്ങൾ പാക്ക് ചെയ്യുന്ന സാധനം അതുപോലെ തന്നെ റിട്ടേൺ തിരിച്ച് അൺപാക്ക് ചെയ്ത് വെക്കും. അത് കിച്ചൺ ഐറ്റംസ് ആയാലും ഡ്രസ് ആയാലും ഏതായിട്ട് വരുന്നത് തിരിച്ച് അതുപോലെ അൺപാക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ യു എയിൽ അങ്ങോളം ഇങ്ങോളം വീടുകൾ മാത്രമല്ല ഓഫീസസും അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഭയങ്കര ഹൈ റേറ്റ് ആണ്. അല്ല, നമ്മളുടെ വർക്ക് എന്താണെന്ന് നോക്കി കറക്റ്റ് ആയിട്ട് അസസ് ചെയ്തിട്ടുള്ള റേറ്റ്സ് ആണ് നമുക്ക് തരാറുള്ളത്. സോ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് ഗൈസ്, യു മസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഒരുപാട് ഹൈ പ്രൊഫൈൽ ക്ലയൻസും പേഴ്സണൽ ആയിട്ടുള്ളതും ഫാമിലി ആയിട്ടുള്ളതും വീട് ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ, ഓഫീസ് ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. ഐ എം എ വെരി ഹാപ്പി ക്ലയന്റ്. താങ്ക് യു ഹൈലൈറ്റ് പാക്കേഴ്സ്. Thank you. Thank you. Okay.